കഴിക്കാൻ എന്തെങ്കിലും കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറയട്ടെ. വേണ്ട, ഈ ചായ മതി. മുതലാളി, മുതലാളി, എന്താടാ? ആ ചീങ്കണ്ണി ബസ് പൊള്ളാച്ചിന്ന് ഒരു കാർ ഓടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാത്തതെന്താ? രാവിലെ 10 കാശിന്റെ പണി നടന്നേയല്ലോ, അതും പോയി കിട്ടി. ഞാൻ ഇയാളെ ഈ റോഡിന്റെ മുമ്പ് വരെ വിളിച്ചോണ്ട് വന്നതായിരുന്നു. എന്നിട്ട് ലാലൻ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പാർട്ടി സ്ഥലം വിട്ടു. വന്നിട്ട് കുറെ നേരമായി. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല താനും. വെറുതെ വന്നതാണോ അതോ? ചെട്ടിയാരെ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ ഇവിടെ? ആ പിച്ചാത്തി ഊരി എന്റെ കഴുത്തിലോട്ട് വെച്ചിട്ട്, എടോ ചെട്ടിയാരെ, ഒരു 500 രൂപ കൂടെ താടോ എന്ന് പറഞ്ഞാൽ ഞാൻ തരാം. പക്ഷേ ഒരു ജോലി, അത് മാത്രം എന്നോട് ചോദിക്കരുത്. രാവിലെ മുതൽ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നതിന്റെ ഗുണമാ വന്ന 4 കച്ചവടങ്ങൾ അതിന്റെ വഴിക്ക് പോയത്. ഇനിയും ഇവിടെ ഇങ്ങനെ ഉറച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ കഞ്ഞിയിൽ പാറ്റയല്ല പഴുതാര വീഴും. ഞാനിവിടെ വന്നത് തനിക്ക് ബുദ്ധിമുട്ടായല്ലേ? ലാല, ലാല ഒന്ന് നിന്നേ. ഡ്രൈവർ ഒന്ന് വണ്ടി നിർത്തിക്കേ. ലാല, ലാല, എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? എന്തിനാണ് എന്റെ മനസ്സിന് പിച്ചി കീറിയത്? നിങ്ങൾ പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ശരിയാണ്, എല്ലാം ശരിയാണ്. തെറ്റ് പറ്റിപ്പോയി, മാപ്പ്. ഒരു നിമിഷം, എനിക്ക് ചിലതെല്ലാം കൂടി പറയാനുണ്ട്. അതും കൂടി കേൾക്കാനുള്ള സന്മനസ് കാണിക്കണം. ഇന്ന് ലാലൻ എന്റെ സുഹൃത്തല്ല. അവന്റെ മനസ്സിൽ നിന്ന് ഞാനില്ല. നീയും. അവന്റെ മനസ്സ് നിറയെ അവളാണ്, അഞ്ജലി. എന്തൊക്കെ പറഞ്ഞ അവൻ നിന്നെ മോഹിപ്പിച്ചത്? അവനല്ല, നീയാണ് എന്നെ പറഞ്ഞു മോഹിപ്പിച്ചത്. എല്ലാം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. മനസ്സ് നേരെ ഞാൻ ശ്വാസം മുട്ടുമ്പോ പറഞ്ഞൊഴിയാൻ എന്തെളുപ്പമാ എല്ലാവർക്കും. മനസ്സിലെ കുറ്റബോധം കാരണം തലയുയർത്തി നിന്നെ നോക്കാൻ പോലും എനിക്കാവുന്നില്ല. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ നീ എനിക്കൊരു അവസരം തരൂ. ഉടഞ്ഞു പോയ നിന്റെ മനസ്സ് വീണ്ടും ഞാൻ ഒന്നിച്ചു ചേർക്കാം. കഴിഞ്ഞതെല്ലാം മറക്കാം, ഒരു കടങ്കഥ പോലെ. ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ? You dirty